Hi friends, good morning. Today I am going to take a seminar on the topic of butterfly spreads. Page number 130. ഈ ബട്ടർഫ്ലൈ സ്പ്രെഡ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ കാരണം കൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ സ്പ്രെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈ സ്പ്രെഡ്സ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ട്രേഡർ 3 ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസിൽ 4 ഓപ്ഷൻ കോൺട്രാക്റ്റ് ടേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ബട്ടർഫ്ലൈ സ്പ്രെഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ ബൈ ചെയ്യുന്ന വൺ കോൾ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് E1ഉം ബൈ ചെയ്യുന്ന അനദർ കോളിൻ്റെ ഹയർ സ്ട്രൈക്ക് പ്രൈസ് E3യും ആൻഡ് റൈറ്റിംഗ് ഓർ സെല്ലിംഗ് 2 കോൾസ് അറ്റ് സ്ട്രൈക്ക് പ്രൈസ് E2. E2 എന്ന് പറയുന്നത് E1ൻ്റെയും E3ൻ്റെയും ഇടയിലാണ് E2 ഉള്ളത്. E2 എന്ന് പറയുന്നത് കറണ്ട് സ്റ്റോക്ക് പ്രൈസിൻ്റെ ക്ലോസ് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസ് E2 ക്ലോസ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആയിരിക്കും. ചെറിയ ലോസ് വന്നാൽ അവിടെ സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രേഡർ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ലാർജ് പ്രൈസ് ചേഞ്ച് ഉണ്ടാവുമെന്ന് ബിലീവ് ചെയ്യുന്നത് കൊണ്ടാണ് ട്രേഡർ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ കോൾ അറ്റ് ലോവർ സ്ട്രൈക്ക് പ്രൈസ് ഈവൻ ഈസ് ഇൻ ദ മണി. അതുകൊണ്ട് ട്രേഡർക്ക് ലാർജ് പ്രീമിയം പേ ചെയ്യേണ്ടതായിട്ട് വരും. അതർ കോൾ ബോട്ട് ചെയ്യുകയാണെങ്കിൽ ഹയർ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും. അത് തന്നെയാണ് പറയുന്നത് ഔട്ട് ഓഫ് ദ മണിയും പ്രീമിയം എന്ന് പറയുന്നത് ലോവറും ആയിരിക്കും. അടുത്തത് ബട്ടർഫ്ലൈ സ്പ്രെഡ് കൺസ്ട്രക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ വൺ ITM കോള്, സെൽ ടു ATM കോൾസ്, ബൈ വൺ OTM കോള്. അടുത്തതെന്ന് പറയുമ്പോൾ ഇഫ് E1, E2 ആൻഡ് E3 ബി ₹50, ₹60 ആൻഡ് 70 ആണെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് 50നേക്കാളും ലെസ്സാണ്. സോ കോള് എക്സൈസ്ഡ് ചെയ്യില്ല. അതുപോലെ തന്നെ ടോട്ടൽ ലോസ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോസ്റ്റ് ഇൻവോൾവഡ് ആയിരിക്കും. 70 ആണെങ്കിൽ 70 ഓർ 70 എബോവ് ആണെങ്കിൽ കോൾ എക്സൈസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ലോസ് ഈക്വൽ ടു ഇനീഷ്യൽ കോസ്റ്റും ആയിരിക്കും. കാരണം ദ ഗെയിൻ ഓഫ് ദ ഓപ്ഷൻ വിത്ത് ദ ലോങ് പൊസിഷൻ റിട്ടേൺ ഓർ സോൾഡ് ആയിരിക്കും. സ്റ്റോക്ക് പ്രൈസ് 50 അല്ലെങ്കിൽ 60ൻ്റെ ഇടയിലും പിന്നെ പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് 60ലേക്കാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആയിരിക്കും. പ്രൈസ് എന്ന് പറയുന്നത് ബിയോണ്ട് ആണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അപ് ടു ലെവൽ ₹70 ആണെങ്കിൽ അമൗണ്ട് ഓഫ് ഗെയിൻ ഡിക്ലൈൻ ചെയ്യും. ഇതാണ് ഈ പാരയിൽ പറയുന്നത്. അടുത്തത് ഇത് ബട്ടർഫ്ലൈ സ്പ്രെഡ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പാണ് ഉള്ളത്. ഒന്നാമത്തെ ലോങ് കോൾ ബട്ടർഫ്ലൈ, രണ്ടാമത്തെ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ, മൂന്നാമത്തെ ലോങ് പുട്ട് ബട്ടർഫ്ലൈ ആൻഡ് നാലാമത്തെ ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ ആണ് ഉള്ളത്. ഫസ്റ്റത്തെയാണ് ലോങ് കോൾ ബട്ടർഫ്ലൈ. ലോങ് കോൾ ബട്ടർഫ്ലൈ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ലോവർ സ്ട്രൈക്ക് പ്രൈസിലുള്ള കോൾ ബൈ ചെയ്യുമ്പോഴും ഹയർ സ്ട്രൈക്ക് പ്രൈസിലുള്ള കോൾ ബൈ ചെയ്യുമ്പോഴുമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 2 സ്ട്രൈക്ക് പ്രൈസിൻ്റെ എബോവ് സ്ട്രൈക്കിലുള്ള 2 at the മണി കോൾസ് സെൽ ചെയ്യുമ്പോഴുമാണ് ഈ ലോങ് കോൾ ബട്ടർഫ്ലൈ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അടുത്തത് നോക്കാൻ പോണത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് നോക്കുന്നത്. മാക്സിമം ലോസ് എന്ന് പറയുമ്പോൾ ATM സ്ട്രൈക്ക് പ്രൈസിൻ്റെയും ITM സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രീമിയം പെയ്ഡ്, അതായത് സ്പ്രെഡിൽ നെറ്റ് പ്രീമിയം പെയ്ഡ് ചെയ്തത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാക്സിമം ലോസ് എന്ന് പറയുന്നത്. മാക്സിമം ലോസ് ഇസ് ലിമിറ്റഡ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ATM സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ITM സ്ട്രൈക്ക് പ്രൈസ് മൈനസ് നെറ്റ് പ്രീമിയം പെയ്ഡ് ഫോർ ദ സ്പ്രെഡാണ്. അടുത്തത് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് സ്പ്രെഡിൽ നെറ്റ് പ്രീമിയം റിസീവ്ഡ് ചെയ്തിട്ടുള്ള ലിമിറ്റഡിനെയാണ് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ആണ്. ഇതിൽ 2 തരത്തിലും ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ഉണ്ട് ബട്ടർഫ്ലൈ പൊസിഷനിൽ. ഒന്നാമത്തെ എന്ന് പറയുന്നത് അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റും രണ്ടാമത്തത് ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റാണ് ഉള്ളത്. അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ഹയർ സ്ട്രൈക്ക് ലോങ് മൈനസ് നെറ്റ് പ്രീമിയം പെയ്ഡ് ചെയ്ത് വെച്ചാൽ അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ലോവർ സ്ട്രൈക്ക് ലോങ് കോൾ പ്ലസ് നെറ്റ് പ്രീമിയം പെയ്ഡ് ചെയ്ത് വെച്ചാൽ ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. അതിൻ്റെ താഴെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈ സ്പ്രെഡിൻ്റെ ലോങ് പുട്ടിലുള്ള ബട്ടർഫ്ലൈ സ്പ്രെഡിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കുന്നത്. E1 പിന്നെ അതുപോലെ E3 ഹയർ പ്രൈസ് E3, സെൻറ്ററിലുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളത് E2, പിന്നെ പ്രോഫിറ്റ് ആണോ മേലെ പ്രോഫിറ്റും താഴെ ലോസും. അടുത്തത് വെൻ ടു യൂസ് ദ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്.
ഈ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റർ അണ്ടർലൈങ് സ്റ്റോക്ക് എക്സ്പിരേഷനിൽ റൈസ് ഓർ ഫോളോ ചെയ്യില്ല എന്ന് തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ സ്പ്രെഡ് ഇൻവെസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ മാർക്കറ്റിൽ ഡയറക്ഷനിൽ ബെറിഷ് ഓൺ വയലറ്റി ന്യൂട്രൽ ആണ് എന്ന് തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ ആ സമയത്തായിരിക്കും ഈ ബട്ടർഫ്ലൈ സ്പ്രെഡ് യൂസ് ചെയ്യുന്നത്. ഇതോടെ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് കഴിഞ്ഞു. അടുത്തത് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ ആണ്. ഈ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെന്ന് പറയുമ്പോൾ സെല്ലിംഗ് വൺ കോൾ ഓപ്ഷൻ വിത്ത് എ റിലേറ്റീവ് ഹൈ സ്ട്രൈക്ക് പ്രൈസ് സേ E1ഉം സെല്ലിംഗ് വൺ കോൾ ഓപ്ഷൻ വിത്ത് എ റിലേറ്റീവ് ലോ സ്ട്രൈക്ക് പ്രൈസ് സേ E3യും ബൈയിങ് 2 കോൾ ഓപ്ഷൻ വിത്ത് എ സ്ട്രൈക്ക് പ്രൈസ് സേ E2 ഹാഫ് വേ ബിറ്റ്വീൻ E1 ആൻഡ് E3. ഈ 3 ഓപ്ഷൻസ് ആണ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈയിലുള്ളത്. അടുത്തതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ്. മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഈസ് ലിമിറ്റഡ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ATM സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ITM സ്ട്രൈക്ക് പ്രൈസ് മൈനസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫ്രം ദ സ്പ്രെഡ്. ഇത് അതേപോലെ തന്നെയാണ്, ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് പോലെ തന്നെയാണ് ലോസ് എന്ന് പറയുന്നത്. ATM സ്ട്രൈക്ക് പ്രൈസിനെയും ITM സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ചെയ്തത് മൈനസ് ചെയ്ത് വെച്ചാൽ മാക്സിമം ലോസ് കിട്ടും. അതുപോലെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് പൊസിഷനിലുള്ള നെറ്റ് പ്രീമിയം റിസീവ്ഡ് ചെയ്തതിന്റെ ലിമിറ്റഡിനെയാണ് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഇതിലും അതുപോലെ തന്നെ 2 ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ആണ് ഉള്ളത് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് പൊസിഷനിൽ. ഒന്നാമത്തെ അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റും രണ്ടാമത്തെ ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റും. അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ഹയർ സ്ട്രൈക്ക് ഷോർട്ട് കോൾ മൈനസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ചെയ്ത് വെച്ചാൽ അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ദ ലോവസ്റ്റ് സ്ട്രൈക്ക് ഷോർട്ട് കോൾ പ്ലസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ചെയ്ത് വെച്ചാൽ ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. അടുത്ത അതിന്റെ താഴെ തന്നിരിക്കുന്നത് അതിന്റെ ഒരു ഗ്രാഫാണ്. ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡിന്റെ ഗ്രാഫാണ്. E1ഉം E2ഉം E3യും അതുപോലെ സെന്ററിലുള്ള ലൈന് സ്റ്റോക്ക് പ്രൈസ് ആയിട്ട് എക്സ്പിരേഷനും മേലെ പ്രോഫിറ്റും താഴെ ലോസും. മേലെ ഒന്ന് വെച്ചാൽ അത് പ്രോഫിറ്റും താഴെ ലോസും. ഇത് എപ്പോഴാണ് യൂസ് ചെയ്ത് വെച്ചാൽ short call butterfly spread is used when the trader is neutral on the market direction and bullish on volatility. ട്രേഡർ മാർക്കറ്റിൽ ന്യൂട്രൽ ആണെങ്കിലും അതുപോലെ തന്നെ ബുള്ളിഷ് ഓൺ വയലറ്റ് ആണെങ്കിൽ ഈ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് അവിടെ യൂസ് ചെയ്യും. ഇതോടെ എൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു. താങ്ക് യു.